പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനത്തിന് സെയിം ആൾട്ടോടെ പോലുള്ള വൈപ്പറാണ് നൽകിയിരിക്കുന്നത്. അതും ആ ഒരു ഫ്ലാറ്റ് ടൈപ്പ് ഒക്കെ കൊടുത്തിട്ട് കുറച്ചുകൂടി പ്രീമിയം ഫീല് ഇതിനേക്കാളും ഈ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കുറവ് സ്പേസ് തരുന്ന വാഹനങ്ങളുണ്ട്, ഇതിനേക്കാളും കൂടുതൽ സ്പേസ് തരുന്ന വാഹനങ്ങളുണ്ട്. ഇത് രണ്ടിനും നടുക്ക് നിൽക്കുന്ന ഒരു ആവറേജ് ആണ് എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത്. കാരണം റിയർ ഡിസൈൻ, ടെയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു ചോദിച്ചാൽ അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എനിക്ക് എന്തായാലും പേഴ്സണലി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു അസിസ്റ്റീവ് ബട്ടൺ ഉണ്ടായിരിക്കും, അതായത് ഈ ഒരു കീ ഉണ്ടല്ലോ, നമ്മുടെ സ്മാർട്ട് കീ ആണ് നമ്മൾ LXi എടുത്താലും വിക്ടോർസിന് മാരുതി നൽകിയിട്ടുള്ളത്. അതിന് ഞാനൊരു ലൈക്ക് കൊടുക്കുകയാണ്. നമുക്ക് പുഷ് ബട്ടൺ, സ്മാർട്ട് കീ, കീലെസ് എൻട്രി ഒക്കെ അടിപൊളി HD ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഇത് പക്ഷേ നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രം ലഭിക്കുള്ളൂ. അത് അത്ര വലിയൊരു ലൈക്ക് ചെയ്യുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ZXi ലൈനും കൊടുക്കായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബേസ് വേരിന് മുതൽ നമുക്ക് ആംറസ്റ്റ് തന്നിട്ടുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് കൂടിയിട്ട് ഒരു ലൈക്ക് ഉണ്ട്. മാരുതി നിങ്ങളാ ഒരു ഡോർ ഹാൻഡിൽ ഇതിൻ്റെയൊക്കെ കറുപ്പും കൂടി ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ വന്നപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ആരും കുറ്റം പറയേണ്ടി വരില്ല എന്നുള്ളതാണ് കേട്ടോ. ഏറ്റവും പുതിയ മാരുതി വിക്ടോറിയസ്, ഏറ്റവും പുതിയ എന്ന് പറയുമ്പോൾ ഒരു പുത്തൻ വാഹനം മാരുതി വന്നിട്ട് കുറച്ച് നാളായി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം നമുക്ക് നിലവിലുണ്ടായിരുന്ന മോഡലുകൾ അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ ഫേസ് ലിഫ്റ്റൊക്കെ ഇറക്കായിരുന്നു. ഇപ്പോൾ എല്ലാം കൊണ്ടും പുതിയ മോഡൽ എന്ന് മാത്രമല്ല, മാരുതി സുസുക്കി അറീനയിൽ വെക്കുന്നതിലൊരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. അതായത് ഏറ്റവും പ്രീമിയം മാരുതി ഇന്ത്യൻ മാർക്കറ്റിൽ എന്ന് പറയാവുന്ന രൂപത്തിലാണ്. അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് ഏത് സെഗ്മെൻറ്റിലാണെന്ന് പറയാം. ക്രെറ്റ, സെൽട്ടോസ്, ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ, അങ്ങനെ സ്കോഡയും ഫോക്സ്വാഗൺ ടൈഗൂൺ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ മത്സരിക്കുന്ന ഒരു കാറ്റഗറിയിലേക്കാണ്, നമുക്കൊരു മിഡ് സൈസ് SUV കാറ്റഗറിയിലാണ് വിക്ടോറിയസ് വന്നിട്ടുള്ളത്. കാരണം ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരിക്കും ഇത് ഏത് ലെവലിൽ വരുന്നൊരു വാഹനമാണ് എന്നുള്ളത്. പ്രൈസ് കേട്ടാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. നമുക്ക് ഓൺ റോഡ് സ്റ്റാർട്ടിങ് വരെ ഒരു 12,60,000 രൂപയിലാണ് സ്റ്റാർട്ടിങ്. ഏറ്റവും ടോപ്പ് എൻഡ് നമുക്ക് 25 ലക്ഷത്തിനടുത്തേക്ക് ഓൺ റോഡ് വില വരുന്ന അത്യാവശ്യം ഒരു പ്രീമിയം വെഹിക്കിളാണ് എന്ന് പറയാം. ആ ഒരു ക്രെറ്റയുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. വിശദമായിട്ട് നിങ്ങൾ ഓൾറെഡി വാഹനത്തിൻ്റെ ലുക്കൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഞാൻ ഓരോ വേരിയൻറ്റിലും വരുന്ന ഫീച്ചേഴ്സിൻ്റെ മാറ്റം പറഞ്ഞുതരാം. നമുക്ക് സാധാരണ മാരുതി വാഹനങ്ങൾ കാണുന്ന പോലെ 4 വേരിയൻറ്റിലാണ്. പ്രധാന വേരിയൻറ്റ് 4ആണെന്ന് പറഞ്ഞാൽ നമുക്ക് LXi, VXi, ZXi പ്ലസ് എന്നിങ്ങനെ 4 പ്രധാന വേരിയൻ്റ് ഉണ്ട്. പിന്നെ ഒരു 2 അഡീഷണൽ വേരിയൻറ്റ് വരുന്നുണ്ട്. അതെന്താ വെച്ചാൽ ZXi ഓപ്ഷണൽ വരുന്നുണ്ട്, ZXi പ്ലസ് ഓപ്ഷനിൽ വരുന്നുണ്ട്. അതായത് ഓപ്ഷനിൽ എടുക്കുന്നവർക്ക് പാനോറമിക് റൂഫ് വരുന്നുണ്ട്. ആ ഒരൊറ്റ ചേഞ്ച് അതിൽ വരുന്നുള്ളൂ. അപ്പോൾ പാനോറമിക് റൂഫ് വേണ്ടാത്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം സൺറൂഫിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് കമ്പനികൾ ഇപ്പോൾ ആ ഒരു രീതിയിൽ ഒരേ വേരിയൻറ്റിൽ തന്നെ സൺറൂഫ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ രൂപത്തിൽ വേരിയൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുൻവശത്ത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം വാഹനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ ഒരു പ്രൊജക്ട് LED ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നമുക്ക് LED DRL കാണാം. അത് തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യുന്നത്. താഴെ നമുക്കൊരു LED തന്നെ ഫോഗ് ലാമ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മൊത്തം നമ്മളിപ്പോൾ ഇത് ഫുൾ ഓപ്ഷൻ വാഹനം കാണുന്നത്. ഇത്തരത്തിലുള്ളൊരു ലുക്ക് ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ 2 വേരിയൻ്റ് എടുക്കാം. ZXi പ്ലസ്സിലാണ് നമുക്ക് ഈ രൂപത്തിലുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റും DRLും ഫോഗ് ലാമ്പും ഒക്കെ ലഭിക്കുള്ളൂ. അതിന് താഴെയുള്ള വേരിയൻറ്റിലൊക്കെ ഹാലജൻ ആയിരിക്കും എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം. അതായത് ഇൻഡിക്കേറ്റർ വേറെ ആയിരിക്കും, DRL വേറെ ആയിരിക്കും. ആ രൂപത്തിലുള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വലിയൊരു എയർ ഡാം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കാണാം. അത് ഏറ്റവും ടോപ്പ് എൻഡിൽ മാത്രമാണ് നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ലഭിക്കുന്നുള്ളൂ. അതുപോലെ 360 ക്യാമറ കൊടുത്തിട്ട് അതും ഏറ്റവും ടോപ്പ് എൻഡ് എടുക്കുന്നവർക്ക് മാത്രമുള്ള ഒരു ഫീച്ചറാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ എയർ ഡാം വളരെ വലുതാണെന്ന് പറയാം. കാരണം ഏറ്റവും താഴെ ഈ ഒരു ബമ്പറിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് എയർ ഡാം വന്നിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ അഡാസ് ലെവൽ 2ൻ്റെ റഡാർ സിസ്റ്റമാണ്. നമുക്ക് അഡാസ് ലെവൽ 2 വരുന്നുണ്ട്. അത് ഏറ്റവും ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി അവിടുന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്കിത് ഇവിടെ എയർ ഡാം ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡ് നൽകിയിട്ടില്ല. ഇവിടെ ഉണ്ടോ വിരൽ ഉള്ളിലേക്ക് പോകുന്നുണ്ടല്ലേ. അതുപോലെ ഇവിടെ കട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ക്ലോസറാണ് ആ ഏരിയ എന്നുള്ളതാണ്. ഒരുപാട് എയർ ഇൻടേക്കുകൾ നമുക്ക് ഉള്ളിലേക്കുള്ള എയർ പാസേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സിൽവറാണ് നമ്മൾ കാണുന്നത്. ഇത് നോർമൽ സ്മാർട്ട് ഹൈബ്രിഡ് ഒക്കെ എടുക്കുന്നവർക്കും CNG എടുക്കുന്നവർക്കും നമ്മുടെ ഈ ഒരു ഏരിയ സ്കിഡ് പ്ലെയിൻ്റെ ഏരിയ സിൽവർ ആയിരിക്കും. ഏറ്റവും ഹൈബ്രിഡ് എടുക്കുന്നവർക്ക് അതൊരു ഗ്രേ ഫിനിഷിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയൊരു കുഞ്ഞു മാറ്റം ഈ ഗ്രില്ലിൻ്റെ ഭാഗത്തും വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സാറ്റിൻ ക്രോം ഫിനിഷാണ് കാണുന്നത്. ഇത് നമ്മൾ ടോപ്പ് വേരിയൻറ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലൊരു കളർ കോമ്പിനേഷൻ ലഭിക്കുക. നമ്മൾ താഴെയുള്ള LXi, VXi എന്നുള്ള വേരിയൻ്റ് എടുക്കുമ്പോൾ ഇത് നോർമൽ ക്രോം ആയിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് ഒക്കെയാണ് നമുക്ക് മുൻവശത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത്. ലുക്ക് നിങ്ങളിത് കമൻറ്റ് ചെയ്തറിയിക്കട്ടെ. ഏതെങ്കിലും വാഹനത്തിൻ്റെതായിട്ടുള്ള സാമ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, വണ്ടി ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ. എനിക്ക് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ പേഴ്സണലി ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ആവറേജ് മാർക്ക് കൊടുക്കുന്നുണ്ട് ലുക്കിന്. മുൻവശത്ത് നോക്കുകയാണെങ്കിൽ ഒരു എക്സലൻറ്റ് മാർക്ക് കൊടുക്കും. ഇനി മുൻവശത്തെ ഡിസൈൻ എനിക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ശരിക്കും ഫോട്ടോയിലൊന്നും കാണുന്നതിനേക്കാളും കുറച്ചുകൂടി രസമായിട്ട് നമുക്ക് മുൻവശം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. മുൻവശത്ത് നോക്കുമ്പോൾ ആ ഒരു കുറവ് എനിക്ക് പറയാനുള്ളൂ വൈപ്പേഴ്സാണ്. കാരണം ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനത്തിന് സെയിം ആൾട്ടോടെ പോലുള്ള വൈപ്പറാണ് നൽകിയിരിക്കുന്നത്. അതും ആ ഒരു ഫ്ലാറ്റ് ടൈപ്പ് ഒക്കെ കൊടുത്തിട്ട് കുറച്ചുകൂടി പ്രീമിയം ഫീല് തോന്നിപ്പിക്കായിരുന്നു. കാരണം ആ മുൻവശത്ത് നിൽക്കുന്ന ഒരു സാധനമാണ്, എല്ലാവരും കണ്ണിൽ പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ആ ഒരു ഫീൽഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായാണ്. അപ്പോൾ ഇത്രയാണ് മുൻവശത്തെ പ്രധാന കാര്യങ്ങൾ വരുന്നത്. ഇനി വശങ്ങളിൽ വരുമ്പോൾ ഓരോ വേരിയൻറ്റിൽ വരുന്ന വ്യത്യാസം നോക്കുകയാണെങ്കിൽ ടയർ സൈസിൽ മാറ്റങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതിനൊരു ലൈക്ക് ഞാൻ മാരുതിക്ക് കൊടുക്കുകയാണ്. അതായത്
നമുക്ക് 17 ഇഞ്ചാണ് ടയർ സൈസ്. നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും 215 60 പ്രൊഫൈലുള്ള 17 ഇഞ്ച് ലഭിക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് ZXi പ്ലസിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഡുവൽ ടോൺ അലോയായി മാറുന്നുണ്ട്. ZXൽ നമുക്ക് ഫുൾ ബ്ലാക്ക് അലോയ്സും വരുന്നുണ്ട്. അതിന് താഴെയൊക്കെ സ്റ്റീൽ വീലും വീൽ ക്യാപ്പ് കാര്യങ്ങളാണ് വരിക. 4 വീലിലും ഡിസ്ക് ബ്രേക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനും ഒരു ലേക്ക്, അതും വേരിയൻ്റ് വൈസ് വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ LXi എടുത്താലും 4 വീലിലും ഡിസ്ക് ബ്രേക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു SUV ഫീൽ തോന്നിക്കാനായിട്ട് വീൽ ആർച്ചുകൾ അതുപോലെ ഒരു കട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും മാരുതി എപ്പോഴും സാധാരണ ചെയ്യാറുള്ളത് പോലെ അവരുടെ DNA ഒരു കാര്യമാണ് ബേസ് വേരിയൻറ്റ് വരുമ്പോൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യാൻ എന്തൊക്കെ കൊടുത്താലും. ഇപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പുഷ് ബട്ടൺ അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ DNA അങ്ങോട്ട് മാറി നിൽക്കുന്നില്ല. അവരുടെ കയ്യിൽ നിന്ന് അത് അറിയാതെ വന്നു പോകുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ORM ആണ്. നിങ്ങൾ LXi എടുക്കുന്നെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് ബോഡി കളർ കിട്ടുന്നില്ല എന്നുള്ളതാണ്. VXi മുതലാണ് നമുക്ക് ബോഡി കളർ ORM വരുന്നത്. അതുപോലെ തന്നെ ORMൽ ഇൻഡിക്കേറ്റർ നമുക്ക് VXi എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വേരിയന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വേരിയന്റ് മുതൽ തന്നെയാണ് നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡിങ്ങും അഡ്ജസ്റ്റും ഒക്കെ നൽകിയിട്ടുള്ളത്. ഇനി ഓട്ടോ ഫോൾഡ് ഫീച്ചർ ഉണ്ട്. അതായത് നമ്മൾ വാഹനം ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് ഫോൾഡ് ആവുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്. ഇത്തരത്തിൽ വാഹനം ഇഗ്നിഷൻ ഓണാണ്, സോറി. അപ്പോൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൻട്രൽ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഫോൾഡ് ആവും. അത് ഏറ്റവും ടോപ്പ് എൻഡിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മതി, അതൊന്നും ഞങ്ങൾ ചെറിയ വേരിയന്റിൽ ആഗ്രഹിക്കുന്നില്ല. അത്യാവശ്യം ഫോൾഡിങ്ങെങ്കിലും കൊടുത്താൽ മതി എന്നുള്ളതാണ്. അവിടുന്ന് വശങ്ങളിലേക്ക് വരുമ്പോൾ ഡോർ ഹാൻഡിലിൻ്റെ കാര്യത്തിലും ആ ഒരു പിശുക്ക് മാരുതി കാണിച്ചിട്ടുണ്ട്. അതായത് LXi എടുക്കുന്നവർക്ക് ബോഡി കളർ ഡോർ ഹാൻഡിൽ കിട്ടുന്നില്ല. VXi മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു അസിസ്റ്റീവ് ബട്ടൺ ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു കീ ഉണ്ടല്ലോ, നമ്മുടെ സ്മാർട്ട് കീ ആണ്. നമ്മൾ LXi എടുത്താലും വിക്ടോർസിന് മാരുതി നൽകിയിട്ടുള്ളത്. അതിന് ഞാനൊരു ലേക്ക് കൊടുക്കുകയാണ്. നമുക്ക് പുഷ് ബട്ടൺ, സ്മാർട്ട് കീ, കീലെസ് എൻട്രി ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട്, അതായത് 12.5 ലക്ഷം ഓണോട് വില വരുന്ന വിക്ടോർസിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വളരെ മികച്ചൊരു തീരുമാനമായിട്ട് തോന്നി. ഇനി നമ്മൾ ലക്ഷറി പ്രീമിയം സെഗ്മെൻറ്റാന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ മാറ്റങ്ങൾ, ആരും ശ്രദ്ധിക്കാത്ത കുറേ സാധനങ്ങളില്ലേ, അതുവരെ നമ്മളിത് ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന് പ്രീമിയം വാഹനം എന്ന് വിശേഷിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഫ്രണ്ടിലെ 2 ഗ്ലാസുകൾ നമുക്ക് UV കട്ട് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതായത് UV കട്ട് ഗ്ലാസ്സാണ്, UV പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ റിയറിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഗ്രീൻ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെ, റിയറിലൊരു ഗ്രീൻ ഷെയ്ഡുള്ളൊരു ഗ്ലാസ്സുകളാണ് നൽകിയിട്ടുള്ളത്. ചിലപ്പോൾ വീഡിയോയിൽ കണ്ടില്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ, അതായത് നമുക്ക് നിങ്ങൾ പുറത്തുനിന്നൊരു കൂളിംഗ് അടിക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ കൂളിംഗ് നിരോധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്ര വെയിലത്ത് നിങ്ങൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൂളിങ്ങിൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിലുള്ളിലേക്ക് കുത്തുന്ന ഒരു ഫീലോ കാര്യങ്ങളോ ഇത് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഡുവൽ ടോൺ ആണ്. ബ്ലാക്ക് റൂഫാണ്. റൂഫ് മാത്രമാണ് ബ്ലാക്ക് അല്ല, നമുക്ക് A പില്ലർ, B പില്ലർ, C പില്ലർ ഒക്കെ ബ്ലാക്ക് ആണ്. ഇത് ZXi പ്ലസ് എന്നിങ്ങനെ ടോപ്പിൽ 2 വേരിയന്റിലാണ് ഇത്തരത്തിൽ എല്ലാ പില്ലേഴ്സും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ലഭിക്കുക. അതിന് താഴേക്ക് വന്നാൽ ഈ പില്ലർ, ഈ ഡോറിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ബോഡി കളർ ആയിരിക്കും എന്നുള്ളതാണ്. ഇത് പക്ഷേ ഒരു കുറച്ചുകൂടി നേരത്തെ പറഞ്ഞ ഒരു പ്രീമിയം ഫീൽ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. മുകളിൽ റൂഫ് റെയിൽസ് കാണാം. നമുക്ക് VXi മുതലുള്ള രണ്ടാമത്തെ വേരിയന്റിൽ സിൽവർ കളറിലുള്ള റൂഫ് റെയിൽസും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അത് പുറകിലുള്ള ഡിസ്ക് ബ്രേക്കും കാണാനായിട്ട് സാധിക്കും. വീൽ എന്തായാലും നൈസ് ആയിട്ടുണ്ട്. ഒരു എലഗൻറ്റ് ലുക്കുള്ളൊരു വീൽ, ഫാൻസി കാര്യങ്ങളൊന്നുമല്ല, രസമായി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കിയാലും ശരിക്കും ആ ഒരു സൈസ് വാഹനത്തിന് നമുക്ക് ഫീൽ ചെയ്യാനുണ്ട്. ഒരു വലിയ വാഹനമാണ്, ഒരു പ്രീമിയം വാഹനമാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലൊരു ഡിസൈൻ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി പുറകിലേക്ക് വന്നാലാണ് ഇനി ഇതിനോടൊക്കെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം നമുക്ക് തോന്നുന്നത്. കാരണം റിയർ ഡിസൈൻ, ടൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എനിക്ക് എന്തായാലും പേഴ്സണലി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ കണ്ട് സാധാരണ ഒരുപാട് മാരുതി വാഹനങ്ങൾ അങ്ങനെ വരുന്നുള്ളൂ. ഇപ്പോൾ ഇഗ്നിസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ A സ്റ്റാർ, അങ്ങനെ ഒരുപാട് മോഡൽസ് മാരുതി വന്നിട്ടുണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആദ്യത്തെ ഒരു കുറച്ച് നാൾ കാണുമ്പോൾ ഒന്നും വലിയ ഇഷ്ടം തോന്നില്ല. പക്ഷേ പിന്നെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണുള്ളത്. എന്നാൽ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫോഗർ നമുക്ക് സ്റ്റാൻഡേർഡ് ആണ്. നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും വരുന്നുണ്ട്. അതിനൊരു ലേക്ക്, കാരണം ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വരുന്നൊരു ഫീച്ചറാണ്. ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഷാർക്ക് ഫിൻ ആൻറ്റിന, ഇതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വൈപ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ZXi എന്നിങ്ങനെ, ZXi പ്ലസ് എന്നിങ്ങനെ ടോപ്പിൽ 2 വേരിയൻ്റ് എടുക്കണം. ഇനി ഇതിൻ്റെ മെയിൻ സാധനം ഈ ഒരു കണക്റ്റിംഗ് ടൈപ്പ് ടെയിൽ ലാമ്പ് യൂണിറ്റ്, അതും ഓരോ ബ്ലോക്കുകളായിട്ടാണ് കൊടുത്തുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത് ഒറ്റ ലൈൻ പോലെ കൊടുത്താൽ കുറച്ചുകൂടി പ്രീമിയം ഫീൽ വന്നേനെ. ഈ ഒരു ബ്ലോക്ക് പാറ്റേൺ കൊടുത്തത് അത്ര ഒരു രസം തോന്നില്ല. ദൂരെ നിന്ന് കാണുമ്പോൾ അതൊരൊറ്റ ഫീലിലൊക്കെ തോന്നുമെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ ഒരു അത്ര ഒരു എയിമില്ല. എന്തായാലും ഇത് നമുക്ക് VXi മുതലുണ്ട്. അതായത് രണ്ടാമത്തെ വേരിയന്റ് മുതൽ ഇത്തരത്തിൽ കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ നമുക്ക് LED ലൈറ്റ് തന്നെയാണ്. അതായത് ഇത്ര ഭാഗത്ത് ഉണ്ടായിരിക്കുള്ളൂ, ഇവിടെ ഉണ്ടായിരിക്കില്ല എന്നുള്ളൂ. പക്ഷേ LED തന്നെയാണ്. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് LED ടെയിൽ ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് എന്ന് പറയാം. സ്മാർട്ട് ഹൈബ്രിഡ് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. നമുക്ക് 3 ടൈപ്പിൽ നമ്മുടെ വിക്ടോറിയസ് വാങ്ങാനായിട്ട് പറ്റും. അത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് വിശദമായിട്ട് പറയാം. അതുപോലെ പാർക്കിംഗ് സെൻസർ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ സ്കിഡ് പ്ലെയിൻ്റെ ഏരിയയിൽ നമുക്ക് ഒരു സിൽവർ കളർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു കാര്യം, ഇതിൽ ടെയിൽ ഗേറ്റ് സ്മാർട്ടാണ് എന്നുള്ളതാണ്. പവർ ടെയിൽ ഗേറ്റ് വന്നിട്ട് ഇതിപ്പോൾ കീല് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഗസ്റ്റ് കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കാലൊന്ന് സ്വൈപ്പ് ചെയ്താൽ ഇതേ 2 ഇൻഡിക്കേറ്റർ ഒന്ന് ബ്ലിങ്ക് ചെയ്യും, വണ്ടിയല്ല ടെയിൽ ഗേറ്റ് ഓപ്പൺ ആയി വരും.
അപ്പോൾ അങ്ങനെ ഓപ്പണായി വന്നാൽ ഏകദേശം 439 ലിറ്ററിൻ്റെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ 12 വാൾട്ടിൻ്റെ ഒരു ചാർജ് സോക്കറ്റും അതുപോലെ തന്നെ ഒരു ബൂട്ട് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ലാമ്പ് നമുക്കൊരു VXI എന്ന് പറയുന്ന വേരിയൻ്റ് മുതലാണ് ലഭിക്കുക. അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് 12 വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റും വരുന്നുണ്ട്. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ സ്പെയർ വീൽ ഇല്ലല്ലോ, പഞ്ചർ കിറ്റ് മാത്രമേ ഉള്ളൂ, സ്പെയർ വീൽ കൊടുത്തിട്ടില്ല. അതുപോലെ ഇതെനിക്ക് ഇഷ്ടമായി തോന്നിയത്, നമ്മൾ ഫോക്സ് വാഗൻ സ്കോഡയുടെ വാഹനങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു സ്പെയർ വീൽ ഉയർത്തണമെങ്കിൽ അല്ലെങ്കിൽ ആക്സസ് ചെയ്യണമെങ്കിൽ ഈ ഒരു പീസ് നമുക്കിങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നൊരു ഫീച്ചർ അത്തരം വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും മാരുതി വാഹനത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും സ്പെയർ വീൽ ഇല്ല കേട്ടോ, അത് ഞാനിപ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നത്, ഞാൻ മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പവർ ടെയിൽ ഗേറ്റ് ഉണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ആദ്യമായിട്ടാണ് ഒരു മാരുതി വാഹനത്തിൽ പവർ ടെയിൽ ഗേറ്റ് വരുന്നത്, അതും ഗസ്റ്റർ കൺട്രോളോട് കൂടിയിട്ട്. നല്ലൊരു മൂവാണ്. ഇനിയും അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പുറത്തുള്ള ഓരോ കാഴ്ചകളിൽ പറയാനുള്ളത്. ഉള്ളിൽ കയറുമ്പോഴാണ് നമുക്ക് ഇനി ഒരുപാട് ഫീച്ചേഴ്സ് ഈ പറഞ്ഞ പോലെ മാരുതി ആദ്യമായിട്ട് അവർ ഇതുവരെ ഒരു വാഹനത്തിലില്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അകത്ത് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ പ്രീമിയം വാഹനമായതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സും സ്പേസും ഒക്കെ നമ്മൾ പ്രീമിയം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നൊരു സ്പേസ് എന്ന് പറഞ്ഞ ക്യാബിനകത്ത് ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണെന്ന് വെച്ചാൽ അല്ല. എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്കൊരു എബോ ആവറേജ് മാർക്ക് കൊടുക്കാം. നമുക്ക് ഇതിനേക്കാളും ഈ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കുറവ് സ്പേസ് തരുന്ന വാഹനങ്ങളുണ്ട്, ഇതിനേക്കാൾ കൂടുതൽ സ്പേസ് തരുന്ന വാഹനങ്ങളുണ്ട്. ഇത് രണ്ടിനും നടുക്ക് നിൽക്കുന്ന ഒരു ആവറേജ് ആണ് എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത്. കംഫർട്ട് വേറെ ലെവലാണ്. ടാറ്റ വാഹനങ്ങളിലാണ് സീറ്റ് ഇത്രയും കംഫർട്ടായിട്ട് സാധാരണ ഞാൻ കാണാറുള്ളത്. മാരുതി വിക്ടോറിയസിലും അത്രയധികം കംഫർട്ട് ഉണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ലെതർ സീറ്റ് വന്നിട്ടുണ്ട്. ടോപ്പ് എൻഡിൽ മാത്രമാണ് നമുക്ക് ലെതർ സീറ്റുകൾ ലഭിക്കുക. അതുപോലെ റിയർ AC വെൻ്റ് വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആണ്, നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും റിയർ AC വെൻ്റ് ലഭിക്കുന്നത്. അതുപോലെ 2 C ടൈപ്പ് ചാർജിംഗ് പോർട്ട് ഉണ്ട്, അതും സ്റ്റാൻഡേർഡ് ആണ്. നമുക്ക് ഏത് വേരിയൻ്റ് എടുത്താലും ആ 2 ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇനി ഡോർ നോക്കി കഴിഞ്ഞാൽ കുറച്ച് പ്രീമിയം കാര്യങ്ങൾ നമുക്ക് അവിടെയും കാണാനായിട്ട് സാധിക്കും. ഡോർ ഹാൻഡിലിൻ്റെ ഒരു ക്രോം ഫിനിഷ് ഒക്കെ, ഇൻസൈഡ് ഡോർ ഹാൻഡിലിൻ്റെ ക്രോം ഫിനിഷ് നമുക്ക് ടോപ്പിൽ 2 വേരിയൻ്റിലാണ് കിട്ടുക. പക്ഷേ നമുക്ക് ഏത് വാഹനം എടുത്താലും ഈ ഒരു ഡോർ പാഡ് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് വരും. ഇതിപ്പോൾ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു ലെതർ ടച്ച് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെയൊക്കെ കണ്ടോ. പക്ഷേ നമ്മൾ ബേസ് വെയറിൽ എടുത്താൽ നമുക്ക് ഫാബ്രിക്കിൻ്റെ ആണെന്നുള്ളൂ, പക്ഷേ അവിടെയൊക്കെ സോഫ്റ്റ് ടച്ച് പാഡിങ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മൊത്തത്തിൽ നൈസാണ് ഉള്ളിലിരിക്കാനായിട്ട്. അതുപോലെ ബേസ് വെയറിന് മുതൽ നമുക്ക് ആംറസ്റ്റ് തന്നിട്ടുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് കൂടിയായിട്ട്. ലേക്കുണ്ട് മാരുതി. നിങ്ങളാരും ഡോർ ഹാൻഡിൽ ഇതിൻ്റെയൊക്കെ കറുപ്പും കൂടി ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ വന്നപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ആരും കുറ്റം പറയേണ്ടി വരില്ല എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ പാനോമിക് റൂഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ZXi ഓപ്ഷണൽ, ZXi പ്ലസ് ഓപ്ഷണൽ എന്നിങ്ങനെയുള്ള വേരിയൻറ്റുകളിൽ നമുക്ക് ഓപ്ഷനിലായിട്ട് തിരഞ്ഞെടുക്കാവുന്ന ഒരു രൂപത്തിലും വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. സെൻട്രലിൽ ഇരിക്കുന്ന ആൾക്കും ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും മികച്ചൊരു കാര്യമാണ്. അതിനൊരു ലീക്ക് കൊടുക്കാം. ഐസോറിക് ചൈൽഡ് സീറ്റ് മൗണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇനി മുൻവശത്ത് കയറി നോക്കാം. അപ്പോൾ സ്മാർട്ട് കീയും പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഉള്ളിൽ കയറുന്ന സമയത്ത് 2 രൂപത്തിലുള്ള ഇൻറ്റീരിയർ നമുക്ക് വിക്ടോറിയസിൽ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ബ്ലാക്കിൻ്റെയും ഐവറിയുടെയും മിക്സ് ആയിട്ടാണ്. ഇത് നമുക്ക് നോർമൽ പെട്രോൾ അല്ലെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡിലാണ് ലഭിക്കുക. നിങ്ങൾ സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആയിരിക്കും. അതിൽ ഒരു ഗോൾഡ് ആക്സെൻറ്റ് കാര്യങ്ങളൊക്കെ വേറെ ലെവൽ പ്രീമിയം ഫീൽ നമുക്ക് ആ വാഹനം ഫീൽ ചെയ്യുന്നുള്ളതാണ് കേട്ടോ. കുറച്ചുകൂടി അതായത് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കളേഴ്സ് ചോയ്സ് ഒക്കെ പേഴ്സണലാണ്, എന്നാലും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇവിടെയും ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ പുറയിൽ കണ്ട പോലെ തന്നെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. പിന്നെ ടിപ്പിക്കൽ മാരുതി വാഹനങ്ങളിൽ കാണുന്ന പോലെയുള്ള സെയിം കൺട്രോൾസ് നമുക്ക് പവർ വിൻഡോയുടെയും ലോക്ക് അൺലോക്ക് ORMൻ്റെ അഡ്ജസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ ഡ്രൈവർ സൈഡ് മാത്രം നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ നമ്മുടെ പവർ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിലോട്ട് അപ്പും വേറെയാണ്, ഡൗൺ മാത്രമേ കൊടുത്തുള്ളൂ. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ, ഈ വിലയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കുറവായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ആ രൂപത്തിലാണ്. പിന്നെ ഇവിടെ ഇത് കാണിച്ച് നോക്കിയേ, ഇൻഫിനിറ്റി ബൈ ഹർമൻ. അതെ, ടോപ്പിൻ്റെ എടുക്കുന്നവർക്ക് ഇൻഫിനിറ്റിയുടെ 8 സ്പീക്കർ വരുന്നുണ്ട്, ഡോൾബി അറ്റ്മോസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഡോൾബി അറ്റ്മോസ് കണ്ടത് ടാറ്റ ഹാരി റിവ്യൂലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിലൊക്കെ ഡോൾബി അറ്റ്മോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അതും കിടിലാണ്. അപ്പോൾ ഒരുപാട് വിക്ടോറിയസും കൊണ്ട് ഒരുപാട് എൻ്റെ ലേക്ക് വാങ്ങിയിട്ടുണ്ട് മാരുതി എന്ന് പറയാം. അതും നൈസായി വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, മാരുതിയിൽ ആദ്യമായിട്ട് മാരുതി വാഹനത്തിൽ വരുന്നൊരു ഫീച്ചർ 8-വേ പവേർഡ് ആണ് അഡ്ജസ്റ്റ്. നമുക്ക് ഡ്രൈവർ സീറ്റ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ. എന്നാലും ഇതൊക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരട്ടെ. നമ്മൾ ആദ്യം പ്രീമിയം വാഹനങ്ങളിൽ വരും, പിന്നെ സാധാരണക്കാരുടെ വാഹനങ്ങളിലേക്കൊക്കെ അഡാപ്റ്റ് ചെയ്ത് വരുന്നതാണ് സാധാരണ എല്ലാ ഫീച്ചേഴ്സും പതിവ്. അതുപോലെ ഇതൊക്കെ അത്തരത്തിൽ വരട്ടെ എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പവേർഡാണ്, അതല്ലെങ്കിൽ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ഒക്കെ VXi മുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്നൊരു കാര്യങ്ങൾ കേട്ടോ. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മാരുതി വാഹനങ്ങളിൽ കാണാത്ത രൂപത്തിലുള്ള കൺട്രോൾസ് കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് വീലിൻ്റെ ഭാഗം നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഇവിടെ ഒരു ലോഡ് കൺട്രോൾസും വന്നിട്ടുണ്ട്. ഇവിടെ പുഷ് ബട്ടനാണ്. പിന്നെ ഇത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. ഇവിടെ പ്രസ് ചെയ്താൽ ഇവിടെ നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഓണായി വരും. യെസ്, ഇത് കണ്ടോ,
ഇത്തരത്തിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഓൺ ആയി വരും. അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്, അതിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ കൺട്രോൾസ് വന്നിട്ടുള്ളത്. ഇവിടെ പിന്നെ 360 ക്യാമറ, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഇതൊക്കെ പിന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. പവർ വിൻഡോ ഓഫ് കാര്യങ്ങൾ, ടെയിൽ ഗേറ്റ് ഓപ്പണിങ്, അങ്ങനെ ഒരുപാട് കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ മാരുതിക്ക് ഒരു ലേക്കും കൂടി കൊടുക്കാനുള്ള ഒരു കാര്യം, സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റും ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റും ബേസ് വേരിയൻറ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. അഗെയിൻ ഒരു ലേക്കും കൂടി കൊടുക്കുകയാണ്. നമുക്ക് ബേസ് വേരിയൻറ്റ് ഒരു സ്റ്റാൻഡേർഡ് ആക്കിയത് കിടിലൻ ആയി എന്ന് പറയാം. അതുപോലെ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ലഭിക്കുന്നത്. നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും നമുക്ക് സ്റ്റിയറിംഗിൽ കൺട്രോൾസും ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റിയറിംഗ് വീൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്യാവശ്യം ഒരു ഇതുവരെ കാണാത്തൊരു ഫ്രഷ്നെസ് നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഫുൾ ഒരു റൗണ്ട്, ഒരുപാട് നാളായി ഇത്തരത്തിൽ ഫുൾ റൗണ്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ ടോപ്പ് എൻഡിലൊക്കെ കണ്ടിട്ട്. എല്ലാവരും ഇപ്പോൾ ഫ്ലാറ്റ് ബോട്ടം അല്ലെങ്കിൽ ഡീ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ് ഇത്. അതുപോലെ ഇവിടെ ലോഗോയുടെ ഈ ഭാഗത്തൊക്കെ പല പല ഷേപ്പുകളൊക്കെ ആയി തുടങ്ങിയിരുന്നു. പക്ഷേ ഇത് പക്ക ആ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. ഇത് ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാം. നമ്മൾ ഓട്ടോമാറ്റിക് നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും ഇപ്പോൾ പാഡിൽ ഷിഫ്റ്റേഴ്സ് ലഭിക്കുന്നുണ്ട്. VXI മുതൽ അങ്ങോട്ട് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ MID കാണാൻ നിങ്ങൾ ഒരു മാരുതി വാഹനത്തിൻ്റെ MID ആണ് നിങ്ങൾക്ക് തോന്നില്ല. ഏകദേശം 10.4 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് നമുക്ക് MID ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എഗെയിൻ മാരുതിക്ക് ഒരു ലേക്ക് കൊടുക്കുകയാണ്. അത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല കേട്ടോ. കാരണം ഒരു ലോഡ് ഇൻഫർമേഷൻ നമുക്ക് അതിലറിയാമെന്നുള്ളതാണ്. അപ്പോൾ അത് ലഭിക്കുന്നത് നമ്മൾ ഹൈബ്രിഡാണ് നിങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് എല്ലാ വേരിയൻറ്റിലും, അതായത് VXI മുതൽ ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ VXI മുതൽ ഇത്തരത്തിലുള്ളൊരു സ്ക്രീൻ ലഭിക്കും. അതല്ലെങ്കിൽ ZXI ഓപ്ഷൻ എന്നിങ്ങനെ ടോപ്പ് എൻഡിലാണ്. അപ്പോൾ അത് ഇവിടെ അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ നമുക്കിടാം. ടോട്ടൽ ഐഡിയിൽ ഹൈബ്രിഡിൻ്റെ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ആവറേജ് ഫ്യൂവൽ കാര്യങ്ങൾ, അങ്ങനെ ഒരുവിധം ഒരു ലോഡ് ഇൻഫർമേഷൻ നമുക്കിതിൽ അറിയാനായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് താഴെ നമുക്ക് സെറ്റിങ്സ്, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ കാര്യങ്ങൾ, അങ്ങനെ അത്യാവശ്യം ഫുള്ളി ലോഡർ ആയിട്ടുള്ളൊരു ക്ലസ്റ്ററാണ്. അതിൽ RPM ഇവിടെ കാണാം. ഇവിടെ നമുക്ക് സ്പീഡോമീറ്റർ, ടെൽ ലൈറ്റ്സ് ഒക്കെ കൂടിയിട്ട് നൈസായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു മാറ്റം സ്ക്രീനിലാണ്. ഇതിപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടുകൊണ്ട് അതിൻ്റെ 360 ക്യാമറ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇത് നമുക്കൊരു 10.1 ഇഞ്ചിൻ്റെ അടിപൊളി HD ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഇത് പക്ഷേ നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രം ലഭിക്കുള്ളൂ. അത് അത്ര വലിയൊരു ലേക്ക് ചെയ്യുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ZXI ലൈനും കൊടുക്കായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ടോപ്പ് എൻഡ് വെച്ച് ബാക്കി എല്ലാത്തിലും ഇപ്പോഴും നമുക്ക് 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് മാറ്റി ചിന്തിക്കേണ്ടിയിരുന്നു. നമുക്കൊരു ZXIലും ഈ ഒരു സ്ക്രീൻ തന്നെ കൊടുക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യമുണ്ട്. കണക്റ്റഡ് കാർ ഫീച്ചർ ഉണ്ട്, അലക്സ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതുവരെ മാരുതി വാഹനങ്ങളിൽ ഒന്നും വരാത്ത അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഫർടൈൻമെൻ്റ് ആണ് ഇപ്പോൾ ഈ ഒരു വിക്ടോറിയസിൽ വന്നുള്ള ഇൻഫർടൈൻമെൻറ്റ് എന്നുള്ളതാണ് കേട്ടോ. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇൻബിൽഡ് നാവിഗേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടോ, ആമസോൺ അലക്സ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. 360യുടെ ക്വാളിറ്റി ആണെന്ന് കാണിച്ചു തരാം. കണ്ടോ, വേറെ ലെവൽ ക്വാളിറ്റി കേട്ടോ, എക്സെപ്ഷണൽ ക്വാളിറ്റി കേട്ടോ. ഒരു ബിഗ് ലേക്ക്, ചെറുതൊന്നുമല്ല, ഒരു വലിയ ലേക്ക് തന്നെ അതിന് വേണ്ടി കൊടുക്കുകയാണ്. നോക്കിയാൽ നിങ്ങൾ വല്ല സിനിമ കാണുന്ന ഫീലാണ്. ഞാൻ എപ്പോഴും സ്ക്രീനിൻ്റെ ക്ലാരിറ്റി ഒക്കെ പറയുന്ന സമയത്ത് എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്, അത്ര കുറച്ച് ഓവറായില്ലേന്ന്. പക്ഷേ നിങ്ങൾ നേരിട്ട് കണ്ടോ, ഓരോ കല്ലുകളും ഒരു ഇലകളും ഒരു ചെടികൾ വരെ എന്ത് വ്യക്തമായിട്ട് അവിടെ കാണിച്ചിരുന്നു. നോക്കിയാൽ അത്രയും ക്വാളിറ്റിയുള്ളൊരു ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പരാതി മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ AC കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് ഡിസ്പ്ലേ ഇല്ല. അതിൻ്റെ ഡിസ്പ്ലേ നമുക്കിത് ഇവിടെ തന്നെ ഇവിടെ ഉണ്ട്, ടെമ്പറേച്ചർ മാറുന്നതൊക്കെ. അപ്പോൾ ഫാനിൻ്റെ സ്പീഡ് കൂട്ടുന്നതും കുറക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ ഈ ടച്ച് സ്ക്രീനിൽ അറിയാൻ പറ്റുക. ഇവിടെ ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. അത് യൂസർ ആവുന്നവർ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. മൊത്തം ഈ ഒരു ഡാഷ്ബോർഡ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു മാരുതി വാഹനമായിട്ട് നമുക്ക് സാമ്യം ഒരു പുത്തൻ ഡിസൈനാണ്. ലെയേർഡ് ആയിട്ടാണ്, തട്ടായി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം. അതിൽ ഗ്ലോസി ബ്ലാക്ക് ഉണ്ട്, മാറ്റ് ഫിനിഷ് ഉണ്ട്, ഐവറി ഉണ്ട്, അങ്ങനെ എല്ലാ കളർ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്. ഒരു സാറ്റിൻ ക്രോം ഫിനിഷ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് ഒരു പ്രീമിയം വാഹനത്തിന് വേണ്ട രൂപത്തിൽ തന്നെയാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്ന് പറയാം. അവിടെ താഴേക്ക് വന്നാൽ നമുക്കിത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഒരു ഫിസിക്കൽ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ AC കൺട്രോൾസ് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. അത് താഴേക്ക് വന്നാൽ നമുക്ക് വയർലെസ് ചാർജിങ് പാഡ് ഉണ്ട് വിത്ത് ഒരു കൂളിംഗ് ഫംഗ്ഷനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അത് ZXI പ്ലസ് എന്നിങ്ങനെ ടോപ്പിൽ 2 വേരിയൻറ്റ് ലഭിക്കും. അതുപോലെ AC നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് കേട്ടോ. അത് ഓട്ടോമാറ്റിക് AC ബേസ് വേരിയൻറ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. ഒരു അടിപൊളിയിലേക്ക് ആ 2 കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അവിടെ താഴേക്ക് വന്നാൽ 2 C ടൈപ്പ് ചാർജിംഗ് പോർട്ട്, 12 വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത് ഒരു വേരിയൻ്റ് അനുസരിച്ച് ടോപ്പിൻ്റെ ആയതുകൊണ്ടാണ് 2 C ടൈപ്പ് വന്നിട്ടുള്ളത്. താഴെ വരുമ്പോൾ നമുക്ക് നോർമൽ USB-A കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണെന്ന് അതിൻ്റെ ഒരു ഗിയർ ലിവർ കാണാൻ സാധിക്കും. അവിടെ തന്നാൽ
യെസ്, ഓട്ടോമാറ്റിക് പാർക്കിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോട് കൂടി വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ ഏത് വേരിയൻ്റ് ആയിക്കോട്ടെ, ഏത് വേരിയൻ്റ് എടുത്താലും ഏത് എഞ്ചിൻ ഓപ്ഷൻ എടുത്താലും ഓട്ടോമാറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പാർക്കിംഗ് ബ്രേക്ക് ഇലക്ട്രോണിക് ആയിരിക്കും ലഭിക്കുക. പിന്നെ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ കൺട്രോളാണ് ഇത് രണ്ടും കൊടുത്തുള്ളത്. മുന്നിൽ 2 സീറ്റ് നമുക്ക് വെന്റിലേറ്റഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് ടോപ്പിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പിന്നെ ചെറിയൊരു കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ആംറസ്റ്റ് വന്നിട്ടുണ്ട്. അത് സ്റ്റാൻഡേർഡ് ആണ്. ബേസ് വരെ മുതൽ നമുക്ക് കിട്ടും. എഗെയിൻ ഒരു ലേക്ക് കൊടുക്കുകയാണ്. അതിന് താഴെ സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. കുഞ്ഞൊരു സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഗ്ലോ ബോക്സ് കാണാൻ സാധിക്കും. അതിനകത്തും നമുക്കിത് ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്തും വരുന്നുണ്ട്. ഗ്ലോസ് ലൈറ്റൊക്കെ VXI മുതൽ തരുന്നുണ്ട്. പിന്നെ വാനിറ്റി മിറർ നമുക്ക് 2 സൈഡിലും, ഡ്രൈവർ സൈഡും പാസഞ്ചർ സൈഡും നമുക്ക് വാനിറ്റി മിറർ VXI മുതൽ അങ്ങോട്ട് മുകളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിലെ ഈ ലൈറ്റുകൾ ടോപ്പിൻ്റെ എടുക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അതിന് മുകളിലേക്ക് വന്നാൽ സൺഗ്ലാസ് ഹോൾഡർ കാണാനായിട്ട് സാധിക്കും. അത് ZXI പ്ലസ് എന്നിങ്ങനെ ടോപ്പിൽ 2 വേരിയൻ്റിലാണ്. ഓട്ടോ ഡിമ്മിങ് IRMs വന്നിട്ടുണ്ട്. പിന്നെ മാപ്പ് ലാമ്പ് അത് LED അല്ല, നോർമൽ ലൈറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ സൺറൂഫ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൺറൂഫ് അല്ല സോറി പാനോമിക് റൂഫ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് ഇതിൻ്റെ എടുത്ത് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിനോടുകൂടി വരുന്ന വിക്ടോറിയസ് ആണ്. നമുക്ക് 2 രൂപത്തിൽ വാങ്ങാം. എഞ്ചിൻ 2 രൂപത്തിലുണ്ട്. പക്ഷേ അതല്ലാതെ തന്നെ നമുക്ക് CNG വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രസീലൊക്കെ കണ്ടിട്ടുള്ള അതേ എഞ്ചിനാണ്. ഗ്രാൻഡ് വിറ്റാരയിൽ വരുന്ന അതേ എഞ്ചിനാണ്. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. നമുക്കൊരു 103 PS അതുപോലെ തന്നെ ഒരു 139 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ചെയ്യുന്നത്. ഭയങ്കര നമ്മൾ വലിച്ചുകൊണ്ട് പോകുന്ന പായിപ്പിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. ടർബോ കാര്യങ്ങളൊന്നുമില്ല. വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി കാര്യങ്ങൾ വരുന്ന ഡീസൻറ്റ് പെർഫോമൻസ്, ഡീസൻറ്റ് മൈലേജ്, അതിനൊരു നല്ല റിലയബിൾ ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമുക്ക് വിക്ടോറിയസിൽ വരുന്നത്. ഇത് കൂടാതെ പിന്നെ ഒരു 1490 cc ഒരു എഞ്ചിൻ നമുക്ക് ഹൈബ്രിഡിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് മൈലേജ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 28 കിലോമീറ്റർ മുകളിലൊക്കെ 1 ലിറ്റർ പെട്രോൾ ഓടാൻ പറ്റുന്ന ഹൈബ്രിഡ് ടെക്നോളജി വരുന്ന എഞ്ചിൻ വരുന്നുണ്ട്. അത് 3 സിലിണ്ടർ ആയിരിക്കും വരിക. ഇത് 4 സിലിണ്ടർ എഞ്ചിനാണ്. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓടിക്കുന്ന എഞ്ചിൻ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് പെർഫോമൻസിനെ കുറിച്ച് അങ്ങനെ ഒരുപാടൊന്നും പറയുന്നില്ല. നമുക്ക് നമ്മുടെ കേരളത്തിലെ റോഡ് കണ്ടീഷനിലൊക്കെ അത്യാവശ്യം നല്ല ഒരു പവർ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. വളരെ അഗ്രസീവായിട്ട് ഓടിക്കുന്ന അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനൊക്കെ കൊണ്ട് നടക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ലാഗ് ഫീൽ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ റേറ്റ് ക്വാളിറ്റിയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ടും മാരുതിയിൽ വന്ന് അഡാസ് ചെയ്യാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. നമ്മൾ 71 അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്തിട്ടാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും പുതിയ ഹൈവേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രില്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലൊക്കെ കിഡിലിനായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. റോഡ് ലൈന് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബ്രില്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പറഞ്ഞു തന്ന നമ്മുടെ റൈഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. നമ്മൾ എഞ്ചിൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ഇതിൻ്റെ ഒരു NVH അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് ഒരുപാട് നോയ്സ് കാര്യങ്ങളൊന്നും കേൾക്കാറില്ല. പ്രത്യേകിച്ച് എഞ്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നോയ്സ് നമുക്ക് കേൾക്കുന്നില്ല. കുറച്ചൊരു പൊടിക്ക് ടയർ നോയ്സ് മാത്രമേ നമുക്ക് അകത്തേക്ക് കേൾക്കാനുള്ളൂ. നമ്മളിപ്പോൾ 70 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. കുറച്ചുകൂടി ഹയർ സ്പീഡിൽ പോകുമ്പോൾ കുറച്ച് വിൻ നോയ്സും കൂടി കേൾക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ NVH ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് മാരുതി എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ സ്റ്റിയറിംഗ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ അപൂർവം വാഹനങ്ങളുടെ മാരുതി വാഹനങ്ങളുടെ സ്റ്റിയറിംഗ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത്. ഒരു ബൈക്കാരം വന്നപ്പോൾ ഓട്ടോമാറ്റിക് ബ്രേക്ക് ഇട്ടതാണ്. അപ്പോൾ അതിൽപ്പെട്ടൊരു വാഹനമാണ് വിക്ടോറിയസ്. എനിക്ക് അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ടേണിങ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹൈവേയിലാണെന്നുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കാണാൻ തന്നെ ഒരു മൊഞ്ചുണ്ട് എന്നുള്ളത്, കാണാൻ തന്നെ ഒരു രസമാണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഒരു പൊടിക്ക് സ്റ്റിഫാണെന്ന് പറയാം. നമ്മൾ ഭയങ്കര സ്റ്റിഫ്നെസ് ഇല്ല. ഒരു ഗ്രാൻഡ് വിറ്റാരയുടെ അതേ സെയിം ലെവലാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ വളരെ സ്ലോ ആയിട്ട് നമ്മൾ കട്ടർ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു ചാട്ടമൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അത്യാവശ്യം സ്പീഡ് എടുക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ച് കോർണർ എടുക്കുന്ന സമയത്തൊക്കെ അടിപൊളിയാണ്. നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ വിചാരിക്കുന്നിടത്ത് വണ്ടി വരുന്നുണ്ട്, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നിടത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ യാത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി റോള് കാര്യങ്ങളോ അങ്ങനെയൊന്നും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു ശരിക്കും ഇതിൻ്റെ ഒരു ഡിസൈനും ഫീച്ചേഴ്സൊക്കെ വെച്ച് മാരുതി നോക്കുന്നത് എനിക്ക് തോന്നുന്നു യൂത്തിനായിരിക്കും. ഒരു യൂത്തായിട്ടുള്ള ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു വാഹനമാണ്. പക്ഷേ ഇതിൻ്റെ ഫീച്ചേഴ്സും യാത്രാസുഖം ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ എനിക്ക് അനുഭവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഫാമിലീസിനും ഇത് അടിപൊളി ചോയ്സ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം അത്യാവശ്യം യാത്രാസുഖം പേഴ്സണലി ക്രെറ്റ ഉപയോഗിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ആ ഒരു യാത്രാ സുഖം നമുക്ക് അത്യാവശ്യം കിടലിനായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് അറീനയിലാണ് നമുക്ക് ലഭിക്കുക. അതായത് ഗ്രാൻഡ് വിറ്റാരൊക്കെ നമുക്ക് മാരുതിയുടെ നെക്സ ഷോറൂമിലാണ് ലഭിക്കുമെങ്കിൽ ഇത് നമുക്ക് ലഭിക്കുന്നത് മാരുതിയുടെ അറീന ഷോറൂം, അതായത് നമ്മുടെ വേഗണാർ, സ്വിഫ്റ്റ് ഒക്കെ കിട്ടുന്നില്ലേ ആ ഷോറൂമുകളിൽ തന്നെയാണ് നമുക്ക് വിക്ടോറിയസും ലഭിക്കുക. ഏകദേശം ഓണോട് പ്രൈസ് ചെയ്യാൻ പറഞ്ഞു 12 ലക്ഷത്തിൽ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഒന്ന് കാണണമെന്നുണ്ടെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വാഹനത്തിൻ്റെ മൊത്തം ഫീച്ചേഴ്സ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.